കപ്പാരെടുക്കും എന്നുള്ള കാര്യത്തിലേ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതെ, ആരെടുക്കും നിങ്ങൾ പറയാം? തൃശ്ശൂരാണോ കണ്ണൂരാണോ എന്നുള്ളൊരു എന്റെ അറിവിൽ ഒരു 3 ഇനം കൂടിയാണ് ബാക്കിയുള്ളത് അല്ലെ? അതെ അതെ അതെ, അത് വന്നാലാണ് കറക്റ്റ് അറിയാൻ പറ്റും. ആരാണെങ്കിലും നമുക്ക് സന്തോഷം. കേരളത്തിലുള്ളവർ തന്നെയല്ലേ? അതെ അതെ അതെ. എന്താണ് കലോത്സവത്തെ കുറിച്ച് വിപിനേട്ടന് പറയാനുള്ളത്? കലോത്സവം ഇങ്ങനെ കണ്ണിറഞ്ഞ് വൈബടിച്ച് നടക്കണേണ്. ഭയങ്കര രസമുള്ള പരിപാടി തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ഞാൻ പല സ്ഥലത്തും പറഞ്ഞു, ഇങ്ങോട്ട് കയറിയ മുതൽ വെറുതെ ഒരു കാര്യമുണ്ട് ടെൻഷൻ. പഴയ സ്റ്റേജിന്റെ പുറകിൽ നിന്നുള്ള ഓർമ്മകളുണ്ടല്ലോ, അതാണ് മെയിൻ. നമ്മൾ ഓരോ ആളുകളെയും ഓരോ കണ്ടസ്റ്റന്റ്, നമ്മൾ ഓപ്പോസിറ്റ് ഇങ്ങനെ ഓരോ കണ്ടസ്റ്റന്റുകളെ നോക്കുമ്പോൾ ഇവര് നമ്മളെ കാര്യം വലിയ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരു ജഡ്ജിമാരുടെ കൂട്ടുകാരികളായിരിക്കും, ഒരു പൈസ കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനത്തെ ചിന്തകളായിരിക്കും നമുക്ക് ആദ്യം. ടെൻഷനാണ്. എന്തായാലും തോക്കും, എന്നാലും ടെൻഷൻ. ആദ്യമേ വിജയത്തിനേക്കാൾ മുൻപ് തോൽവിയാണ് മനസ്സിലേക്ക് വെക്കുന്നത്. കാരണം ഞാൻ അങ്ങനെ തോറ്റു തുന്നമ്പാടിയ ആളാ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ വലിയ മടിയൊന്നുമില്ല. പക്ഷെ അങ്ങനെ തോറ്റു തുന്നമ്പാടിയിട്ടാണെങ്കിൽ അവസാനം ജീവിതത്തിൽ വിജയം നേടി എന്നുള്ളതാണ്. അതെ, ഇനിയും നേടാനുണ്ടെന്നുള്ളതാണ്. കലോത്സവ വേദികളിൽ നിന്നും നിങ്ങൾ ഒരുപാട് സൗഹൃദങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൂടെ തന്നെയാണ്. അതായത് ഒന്നിച്ച് കലോത്സവ വേദികൾ പങ്കിട്ടവര്, അതുപോലെ തന്നെ 1ാം സ്ഥാനം നേടുന്നത് കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരനോ, അതുപോലെ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ സാറിനെ കുറിച്ച് ഉൾപ്പെടെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ഈ ഒരു അവസരത്തിൽ ഓർത്തെടുക്കുമ്പോൾ പറയാനുള്ളത്? അല്ല, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഞാനും ഏറ്റവും നല്ല കൂട്ടുകാരായത് ഇതേപോലത്തെ കലോത്സവ പ്രോഗ്രാമുകളിലാണ്. കുറെ വർഷങ്ങൾക്ക്, എനിക്ക് 9 or 10 കൊല്ലങ്ങൾക്ക് ശേഷമാണ് മഹാരാജാസ് കോളേജിൽ വെച്ചാണ് ഞങ്ങൾ തമ്മിൽ അവസാനമായിട്ട് മത്സരിക്കുന്നത് മിമിക്രിക്ക്. അന്ന് അത്രയും നാള് പരാജയപ്പെട്ടിട്ട് ഞാൻ ആകെ ജയിച്ച ഒരു കൊല്ലം മഹാരാജാസ് വെച്ചിട്ടാണ്. അതോടുകൂടി ഞങ്ങൾ തമ്മിലുള്ള മത്സരം അവസാനിച്ചു. പിന്നെ ഞാനും അവരും തമ്മിൽ അന്ന് പോലെ കൂട്ടാണ്. അങ്ങനെ ഒരുമിച്ച് അമരൻ ബ്രന്തോട് വരെ എഴുതി. വന്ന കാര്യം പറയാൻ പറഞ്ഞു, ഇന്റർവ്യൂ ചെയ്തിട്ട് വിടാനുള്ള പരിപാടി ആയിരുന്നില്ല കള്ളന്മാരെ. എന്റെ സിനിമ February 6 ശുക്ര എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആവുകയാണ്. പഴയ ബോംബ് കഥ, മാർഗം കളിയൊക്കെ പോലെ ഭയങ്കര ഫൺ എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു ഫുൾ ഫാമിലി ത്രില്ലർ ആയിട്ടാണ് ഈ സിനിമ ഇറങ്ങുന്നത്. എല്ലാവരും കാണണം.